ഓം സദ്ഗുരുഭ്യോ നമഃ. ഓം സജ്ജനപ്രിയമാനസ വേദസ്വരൂപം ധ്യാനാത്മശുദ്ധ ബ്രഹ്മാവസ്ഥപൂണ്ടകായം സദാ കർമാഖില പൂർണ്ണചിന്തനഭാവം സദ്ഗുരവേ ഗുരു പാദാരവിന്ദം. ഓം ശാന്തി ശാന്തി ശാന്തി. പരമാത്മസ്വരൂപമായിരിക്കുന്ന ഗുരുപാദങ്ങളിൽ പ്രണാമം. എല്ലാവർക്കും എൻ്റെ സ്നേഹ പ്രണാമം. ഗുരുനാഥൻ നമുക്ക് ധാരാളം കീർത്തനങ്ങൾ നിത്യപ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പറയാവുന്ന ഒരു കീർത്തനമാണ് സർവേശ്വര കാണുമാറാകണം നിൻ കണ്ണാലെ നിത്യവും ഞങ്ങളെ എന്ന് തുടങ്ങുന്ന കീർത്തനം. നമുക്ക് ഈ കീർത്തനത്തിൻ്റെ ശരിയായ എന്താണ് ആ ഭാവം എന്നുള്ളതാണ് ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് എല്ലാ ദിവസവും നമ്മൾ 2 നേരം ജപിക്കുന്ന അല്ലെങ്കിൽ ചൊല്ലുന്നൊരു നാമമാണ്. അതിൻ്റെ ഗുരുനാഥൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഭാവത്തെയാണ് നമ്മളൊന്ന് ചിന്തനം ചെയ്യുന്നത്. സർവേശ്വര കാണുമാറാകണം നിൻ കണ്ണാലെ നിത്യവും ഞങ്ങളെ ഭാവിയെന്നും ധന്യമായി ഭവിക്കുവാൻ നിൻ പാദം തന്നെ ഞങ്ങൾക്കാശ്രയം. സർവേശ്വര കാണുമാറാകണം നിൻ കണ്ണാലെ നിത്യവും ഞങ്ങളെ. സർവത്തിൻ്റെയും ഈശ്വരനായ ഭഗവാനെ നിൻ കണ്ണാലെ നിത്യവും ഞങ്ങളെ കാണുമാറാകണം. ഭഗവാനോടുള്ള ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നാൽ എന്താണ്? ഏറ്റവും എളിമയോടുകൂടിയ, ഏറ്റവും ബഹുമാനം അർഹിക്കുന്ന, എന്തും ചെയ്തു തരാൻ സാധിക്കും എന്ന് നാം വിചാരിക്കുന്ന ഒരു വ്യക്തിയോട് നാം ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അതിനെയാണ് പ്രാർത്ഥന എന്ന് നാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഭക്തൻ ഈശ്വരനുമായി ഒരു സന്ധിപ്പ്, തുറന്നു പറച്ചിൽ, മുഖാമുഖം കാണുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ പ്രാർത്ഥനാവേള. പ്രാർത്ഥനയിലൂടെയാണ് നാം ഈശ്വരനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ ഭഗവാനോട് നമ്മൾ പറയുകയാണ്, മനസ്സ് തുറന്ന് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈശ്വരനോട് അഭ്യർത്ഥിക്കുകയാണ്. എന്തെന്നാണ് അഭ്യർത്ഥിക്കുന്നത്? ഭഗവാനെ, എല്ലാ കാര്യങ്ങളുടെയും ഈശ്വരനായിട്ടുള്ള, സർവത്തിനും അധിപനായിട്ടുള്ള, എന്തും സാധ്യമാക്കാൻ സാധിക്കുന്ന ആ ഭഗവാനോട് നാം പ്രാർത്ഥിക്കുകയാണ്. സർവേശ്വര, അങ്ങ് ഞങ്ങളെ നിത്യവും കാണുമാറാകണം, കണ്ടുകൊണ്ടിരിക്കണം. ഭഗവാൻ നമ്മെ കാണണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ടില്ലെങ്കിൽ എന്തുണ്ടാവും? കാണുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈശ്വരൻ എന്ന ഒരു സത്യം, ശാശ്വതമായൊരു സത്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അവൻ്റെ ജീവിതത്തിൽ പ്രത്യാശ എന്ന് പറയുന്നത് ഓരോ ദുഃഖം അനുഭവിക്കുമ്പോഴും, ഓരോ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന സന്ദർഭത്തിലും ഒരു വ്യക്തി സമാധാനം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഓരോ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും നാളെ ഒരു നന്മ, ഈ നമ്മൾ അനുഭവിച്ചു പോകുന്ന പ്രശ്നങ്ങളിലെല്ലാം
നമുക്ക് നഷ്ടങ്ങളുണ്ടായാലും ദുരിതങ്ങളുണ്ടായാലും അതെല്ലാം സഹിക്കാനുള്ളൊരു സഹനശക്തി കിട്ടുന്നത് നാളെ ആ ഭഗവാൻ നമുക്ക് ഇതിനൊരു മറുപുറം തരും. അല്ലെങ്കിൽ ഈ ദുരിതങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് കണ്ടിരിക്കുന്ന ഭഗവാൻ നാളെ നമുക്കൊരു ഇതിനൊക്കെയും കോമ്പൻസേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെല്ലാം പരിഹരിക്കാൻ തക്കവണ്ണമുള്ള ഒരു സമാധാനം, അല്ലെങ്കിൽ ഒരു ശാന്തി, ഒരു സന്തോഷം നമുക്ക് നൽകും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പോൾ ഭഗവാൻ നമ്മെ കണ്ടാലല്ലേ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസമാണ്, നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് ഒരിക്കലും ഞങ്ങളുടെ ഈ ദുഃഖത്തെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്നത്തെ ആ ഓരോ നിമിഷങ്ങളെയും, ഞാൻ അനുഭവിച്ചു പോകുന്ന ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം, കാണാതെ പോവല്ലേ എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അത് എങ്ങനെയായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. എങ്ങനെയാണ്? നിൻ കണ്ണാലെ നിത്യവും ഞങ്ങളെ. ഗുരു ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ കണ്ണുകളാലേ നമ്മളെ കാണണം എന്നാണ്. എന്താണ് ഭഗവാന്റെ കണ്ണുകളാലേ കാണണം എന്ന് പറയുന്നത്? കാഴ്ചപ്പാടിനൊരു വലിയ പ്രധാനപ്പെട്ടൊരു എന്താ പറയുക, വളരെ പ്രാധാന്യമുണ്ട് ആ കാഴ്ചപ്പാടിന്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓരോ കാഴ്ചപ്പാടുണ്ടല്ലേ. ഓരോരുത്തർ ജീവിക്കുന്നത് ഓരോ ആദർശങ്ങളെ, ഓരോ വ്യക്തിക്കും അത് വ്യത്യാസമുണ്ടാവും. ഓരോരുത്തരെ അത് വെച്ചാണ് നമ്മൾ അവരുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തി ഇങ്ങനെയുള്ള ആളാണ്, മറ്റുള്ളവർ ഇങ്ങനെയാണ്, അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഓരോരുത്തർക്കും അവരവരുടെ സംസ്കാരം അനുസരിച്ചിട്ടുള്ളൊരു ജീവിതമുണ്ട്. നിൻ കണ്ണാലെ നിത്യവും ഞങ്ങളെ കാണുമാറാകണം എന്നാണ് പറയുന്നത്. ഈ കാഴ്ചപ്പാട്, ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടിനൊരു വലിയ പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയെ നാം മനസ്സിലാക്കുന്ന, അയാളുടെ വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അയാളുടെ ഒരു പെരുമാറ്റ രീതിയാണ്. അത് അയാളുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ ആ ജീവിതത്തെക്കുറിച്ച് അയാൾക്കുള്ള ഒരു കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും അയാളുടെ പെരുമാറ്റം. അപ്പം നമുക്കറിയാം ഓരോ വ്യക്തിയും ഇന്ന ഒരു വ്യക്തിത്വം ഉള്ള ആളാണ്, ആളിൽ നിന്നും ഇങ്ങനെയേ പെരുമാറാൻ പറ്റുള്ളൂ. നമുക്ക് ഏകദേശം കുറച്ച് നാൾ ഇടപഴകുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാവും. അയാളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, അയാളുടെ സംസ്കാരം അനുസരിച്ചായിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ കാണണം എന്നല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് നടത്തിത്തരണം, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന, എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഓരോ ദിവസവും ഞാൻ ഓരോ പ്രതിസന്ധികൾ തരണം ചെയ്തു പോകുമ്പോൾ ഭഗവാൻ എന്നെ രക്ഷിക്കണം. പക്ഷേ ഞാൻ പറയുന്ന എൻ്റെ കാഴ്ചപ്പാടിൽ കൂടിയല്ല, അങ്ങയുടെ കാഴ്ചപ്പാടിൽ കൂടി എന്നെ കണ്ടിട്ട് എന്നെ മുന്നോട്ട് നയിക്കണം എന്നാണ് ഗുരു നമ്മെ മനസ്സിലാക്കി തരികയാണ് ഇവിടെ. നിൻ്റെ കണ്ണുകളാലെ എന്നെ കാണണം. അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം? നമ്മളുടെ കാഴ്ചപ്പാടും ഈശ്വരൻ്റെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? നമുക്ക് നമ്മളുടെ ജീവിതം എപ്പോഴും ഭൗതികമായ കാഴ്ചപ്പാടോടുകൂടിയാണ്. കാരണം ഒരു വ്യക്തിക്ക് അവൻ്റെ മുന്നിലും പിന്നിലും ഇനി വരാൻ പോകുന്ന കാര്യം, അതായത് ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും സത്യത്തിൽ ഒന്നിനെക്കുറിച്ചും ശരിയായൊരു ബോധ്യം ഉണ്ടാവില്ല. എന്നാൽ ഭഗവാന് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതെങ്ങനെ വന്നു ചേർന്നുവെന്നും അത് ഇപ്പോൾ അനുഭവിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രത്യാഘാതം, അല്ലെങ്കിൽ നാളെ എന്താണ് അതിന് സംഭവിക്കാൻ പോകുന്നത് എന്നും ഈശ്വരന് അറിയാൻ പറ്റും. പക്ഷേ നമ്മളത് കാണുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു ദുഃഖം അനുഭവിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ദുഃഖം അനുഭവിക്കുമ്പോൾ, ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖം അല്ലാത്ത ഒരവസ്ഥയാണ് ദുഃഖം. സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും സുഖകരമായിട്ട്, അല്ലെങ്കിൽ സൗകര്യമായിട്ട്, ബുദ്ധിമുട്ട് കൂടാതെ കഴിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ സുഖം എന്ന് പറയുക. നമുക്ക് ആ സുഖമായ സ്വസ്ഥമായ അവസ്ഥയിൽ നിന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോഴാണ് നമുക്ക് ദുഃഖമായിട്ട് മാറുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ഈ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രതിസന്ധി നാളത്തെ ഒരു വലിയൊരു
നേട്ടമായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. പക്ഷെ ഇന്നത് അനുഭവിക്കുന്ന സമയത്ത്, ഇന്നിപ്പോൾ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അത് നാളെ ആ സന്തോഷം തന്നെ നാളെ നമുക്ക് ദുഃഖമായിട്ട് വരാനും സാധ്യതയുണ്ട്. ഇത്ര നാളത്തെയും നമ്മുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പല കാര്യങ്ങളും കഴിഞ്ഞ ഓരോ അനുഭവങ്ങളെ നമ്മൾ ശരിക്കും നിരീക്ഷിച്ചാൽ മനസ്സിലാവും. പലതും നല്ലത് എന്ന് കരുതിയതെല്ലാം പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ടാവാം. അതേപോലെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നിയ പല കാര്യങ്ങളും ഭാവിയിൽ നന്നായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നിമിഷത്തിലെ കാര്യങ്ങൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നാളെ ഇന്ന് ഈ അനുഭവിക്കുന്ന നിമിഷത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന വരും വരായികകൾ നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ ഈശ്വരനാവട്ടെ ഇതെല്ലാം അറിയാവുന്നവനാണ്. കാലദേശങ്ങൾക്ക് അതീതമായവനാണ് ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരനെ നാളെ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളെ ഈ ഇന്നത്തെ പ്രവൃത്തിയുടെ ഇന്നിൻ്റെ ഫലം നാളെ എങ്ങനെയാവും എന്നുള്ളത് ഈശ്വരൻ അറിയാം. അപ്പോൾ ഈശ്വരൻ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അനുഭവങ്ങളിൽ എന്ത് അനുഭവം, അതായത് ഏത് രീതിയിലുള്ള അനുഭവമായാലും അതിൻ്റെ നാളെ നന്മയായി വരുന്ന തരത്തിൽ എന്നെ മുന്നോട്ട് നയിക്കണം. നാളത്തെ നന്മ എന്താണെന്ന് എനിക്കറിയില്ല ഭഗവാനെ, നീ എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ നിൻ്റെ ആ കാഴ്ചപ്പാടിൽ കൂടെ എനിക്ക് നന്മ വരണം എന്നുള്ള കാഴ്ചപ്പാടിൽ കൂടെ അതെനിക്കറിയില്ല എന്താണ് വേണ്ടതെന്ന്, അത് ഞാൻ സമ്മതിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് എനിക്കത് നടത്തിത്തരണേ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഭഗവാനെ, നീ അത് നീക്കിത്തരണേ എന്നല്ല, മറിച്ച് ഇന്ന് ഞാൻ എന്തൊക്കെയോ അനുഭവിക്കുന്നു, അതിൻ്റെ കാരണവും എനിക്കറിയില്ല, നാളെ എന്ത് സംഭവിക്കുമെന്നും എനിക്കറിയില്ല. എന്നാൽ ഭഗവാൻ എല്ലാം അറിയാം. അതുകൊണ്ട് നാളെ എനിക്കൊരു നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി എൻ്റെ അറിവില്ലായ്മയെ മാറ്റി നീ ശരിയായ അറിവിലൂടെ എന്നെ മുന്നോട്ട് നയിക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തരികയാണ്. സർവേശ്വര, എന്നെ നീ കണ്ടുകൊണ്ടിരിക്കണേ, ഒരു നിമിഷം പോലും അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്നും ഞാൻ മറയരുതേ. സത്യത്തിൽ നമ്മൾ ആരും ദൃഷ്ടിയിൽ നിന്നും മറയല്ല, പക്ഷേ നമ്മളാണ് വിട്ടുപോകുന്നത്. ഈശ്വരൻ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ മുന്നിൽ നമുക്ക് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? ഭാവിയെന്നും ധന്യമായി ഭവിക്കുവാൻ നിൻ പാദം തന്നെ ഞങ്ങൾക്കാശ്രയം. ഭാവിയെന്നും ധന്യമായി ഭവിക്കുവാൻ, ഭാവി നമ്മുടെ നാളെകൾ. ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾ, സുഖം അനുഭവിക്കുന്നു, ദുഃഖം അനുഭവിക്കുന്നു, പ്രതിസന്ധികൾ തരണം ചെയ്യുന്നു, ഒരു സമൂഹ ജീവിയായി പലരുമായി ഇടപെടുന്നു, പല കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് നല്ലതും ചീത്തയും അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാം പറയാണ്, ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭാവി നാളെ എനിക്ക് വരുന്നത് ധന്യമായിട്ടിരിക്കണം, എൻ്റെ ജീവിതം ധന്യമായി തീരുവാൻ നിൻ പാദം തന്നെ ഞങ്ങൾക്ക് ആശ്രയം. എൻ്റെ ജീവിതം ധന്യമാകണമെങ്കിൽ നിൻ്റെ പാദം തന്നെയാണ് ഞങ്ങൾക്ക് ആശ്രയം. ജീവിതം ധന്യമാകണം, എല്ലാവരുടെയും ആഗ്രഹമാണ് സന്തോഷമായിട്ട് ജീവിക്കണം. ആർക്കും ദുഃഖം അനുഭവിക്കണമെന്നുണ്ടാവില്ല, അല്ലേ? അപ്പോൾ ഈ ജീവിതം ധന്യമാകണം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മളൊരു കാഴ്ചപ്പാടിൻ്റെ കാര്യം പറഞ്ഞു. ഗുരു നമ്മെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് മാറ്റം വരുന്നത് ഈ കാഴ്ചപ്പാടിലാണ്.
ശരിയായ ആത്മീയത നമ്മിൽ ഉണർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. അപ്പോൾ നമ്മൾ ചോദിക്കണം, എന്താണ് ആത്മീയത, എന്താണ് ഭൗതികത? ഭൗതികത എന്താണെന്ന് നമുക്കറിയാം. ഭൗതികമായ ഈ ജീവിതം മനുഷ്യനെ ജീവിതത്തിൽ സുഖമുണ്ടാവണം. എല്ലാവർക്കും സുഖം വേണം. ആത്മീയവാദിയായ ഒരു വ്യക്തിയും ഭൗതികവാദിയായ വ്യക്തിയും സുഖം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മറിച്ചൊരു കാര്യവും ആർക്കും വേണ്ടി വരില്ല. എന്നാൽ രണ്ടുപേരുടെ സുഖത്തിന് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഭൗതികമായ ഒരു വ്യക്തിക്ക് അയാളുടെ കാഴ്ചപ്പാടിൻ്റെ ആധാരം നിലനിൽക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ശരീരത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആത്മജ്ഞാനി അല്ലെങ്കിൽ ഒരു ആത്മീയവാദി ആയിട്ടുള്ള ഒരാൾ, ആത്മജ്ഞാനത്തിനോട് ആഭിമുഖ്യം ഉള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ആത്മാവിനായിരിക്കും പ്രാധാന്യം. അപ്പം ഈ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും പ്രാധാന്യവും അവരുടെ വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആത്മാവ്? ശരീരം നാം ഈ കാണുന്ന സ്ഥൂലമായ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രൂപം, എന്നെ ഞാനാക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ ആ ആളാക്കി മാറ്റുന്ന ആ ഒരു ബാഹ്യമായ രൂപഘടന, അതിലൂടെയാണ് നാം പരസ്പരം തിരിച്ചറിയുന്നത്. എന്നാൽ നമ്മെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്, ഈ ശരീരം നിലനിൽക്കുന്നത് അതിനുള്ളിലുള്ളൊരു ആത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ്. അതിനെക്കുറിച്ചുള്ള അറിവാണ് ആത്മജ്ഞാനം എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആത്മാവിനെ സംബന്ധിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്ക് ശരീരത്തിന് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനേക്കാൾ പ്രാധാന്യം ആത്മാവിന് കൊടുക്കും. മുൻപ് നമ്മൾ ആത്മജ്ഞാനം എന്ന് പറഞ്ഞിരുന്നത് ക്ഷേത്രദർശനം, നമ്മുടെ ഈശ്വര സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടാണ് നാം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഗുരു നമുക്ക് അറിവ് പകർന്നു തന്നതോടുകൂടി നമുക്ക് ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാകും. മുൻപ് നമ്മൾ ഈശ്വരനുമായി ബന്ധപ്പെട്ടാണ് ഭക്തി, ആത്മജ്ഞാനം എന്നൊക്കെ നമ്മൾ ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് മനസ്സിലായി, ആത്മാവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്, ആ അറിവിനെയാണ് നമ്മൾ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഭൗതികമായ അറിവുകളെല്ലാം നമുക്ക് ബാഹ്യമായ കാര്യങ്ങളിൽ കൂടി പറഞ്ഞു തന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ കാണിച്ചു തന്നിട്ട് അവയിലുണ്ടാവുന്ന വ്യത്യാസങ്ങളെ നിരീക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഈ ആത്മജ്ഞാനം എന്നത് അങ്ങനെ നേടാൻ പറ്റുന്ന ഒരറിവല്ല. അതൊരു ഗുരുവിലൂടെയാണ് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നത്. ആത്മജ്ഞാനിയുടെ കാഴ്ചപ്പാടും ഭൗതികവാദിയുടെ കാഴ്ചപ്പാടും തമ്മിൽ വളരെയധികം അന്തരമുണ്ടാവും. ഭൗതികമായൊരു ജീവിതം നമ്മുടെ കാഴ്ചപ്പാട്, ഒരു സാധാരണ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ സുഖമായിരിക്കും അയാളുടെ സുഖം. ശരീരം കൊണ്ട് നേടാവുന്ന സുഖമാണ് അവരേറ്റവും വലിയ സുഖമായിട്ട് കാണുന്നത്. എന്നാൽ ഈ ശരീരസുഖം കൊണ്ട് ആത്മാവിന് ഗുണം ചെയ്യുന്നില്ല എന്ന് ആത്മജ്ഞാനിക്ക് മനസ്സിലാവും. കാരണം ശരീരം ഇവിടെ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ സുഖങ്ങളെല്ലാം, ശരീരവുമായി ബന്ധപ്പെട്ട സുഖങ്ങളെല്ലാം ആ നിമിഷം, അത് മരണം എന്ന അവസ്ഥയിൽ അവസാനിക്കും. എന്നാൽ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരീരം എടുത്തത് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മരണത്തോടു കൂടി ആ ആത്മാവിൻ്റെ ഗതി തീരുന്നില്ല. ആത്മാവിന് മരണമില്ല.
അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ശരീരം മാത്രമാണ് അതിൻ്റെ അവസാനം എന്ന്, ഒരു ജീവിതത്തിൻ്റെ അവസാനം ശരീരം അവസാനിക്കുന്നിടത്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആ ശരീരത്തിലിരിക്കുന്ന സമയത്ത് സുഖിക്കാവുന്ന, അതുകൊണ്ട് നേടിയെടുക്കാവുന്നതെല്ലാം അയാൾ നേടിയെടുക്കാൻ ശ്രമിക്കും. അതാണ് അയാളുടെ പരമമായ സുഖം. എന്നാൽ ആത്മജ്ഞാനിയായ ഒരു വ്യക്തിക്ക് അത് സാധിക്കില്ല. കാരണം അയാൾ ഈ ശരീരം വിട്ടാലും അയാൾ ആ ശരീരത്തിലിരുന്നു കൊണ്ട് ചെയ്ത കർമ്മങ്ങളുടെ എല്ലാം ഫലവുമായി ഈ ആത്മാവിന് ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ള അറിവുണ്ടെങ്കിൽ അയാളുടെ കർമ്മങ്ങൾ സൂക്ഷിച്ച് അയാൾ ചെയ്യും. ഇതാണ് ഈ രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം. അതൊത്തിരി കാര്യങ്ങളെ നമ്മൾ ബാധിക്കും. ഒരു വ്യക്തിയുടെ ജീവിതം പാടെ മാറ്റുന്ന ഒരു കാഴ്ചപ്പാട് വ്യത്യാസമാണിത്. ഇവിടെയാണ് ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം തന്നെ മാറിപ്പോകുന്നത്. മറ്റുള്ള ജീവികളെ പോലെ അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? വിശക്കും, അപ്പോൾ ഭക്ഷണം വേണം, മറ്റു ഇന്ദ്രിയ സുഖങ്ങൾ മാത്രമാണ് അവരുടെ സുഖം. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യാസം വരുന്നൊരു കാര്യം അയാൾക്ക് ചിന്തിക്കാനും അതിനനുസരിച്ച് മാറ്റം വരുത്തി ഉയർന്ന തലങ്ങളിലേക്ക് ജീവിതത്തെ മാറ്റി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങൾക്കപ്പുറം ആത്മാവിനെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ ആ ആത്മസുഖത്തിന് പ്രാധാന്യം കൊടുക്കും. കാരണം ശരീരം ഇവിടെ പോകും, ഇനിയും മറ്റൊരു ശരീരം എടുക്കേണ്ടി വരും കർമ്മങ്ങൾക്കനുസരിച്ച്. ഈ അറിവ് ഗുരുവിൽ നിന്ന് കിട്ടുന്നതോടുകൂടി മനുഷ്യന് മാറ്റം സംഭവിക്കും. അപ്പോൾ ജീവിതം ധന്യമാകണമെങ്കിൽ ഈ രണ്ട് വിഭാഗങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ സഞ്ചരിക്കുമ്പോൾ ധന്യതയ്ക്ക് വ്യത്യാസം വരും. ആ നിലവാരത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ഒരു സാധാരണ ശരീരസുഖം എന്നുള്ളതാണ് സുഖം എന്ന് കരുതുന്ന വ്യക്തിക്ക് ഈ സ്ഥൂലമായ ശരീരം കൊണ്ട് നേടാവുന്ന സുഖങ്ങളിലായിരിക്കും ഭ്രമം. അപ്പം അയാളുടെ ധന്യത എന്തായിരിക്കും? ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കാവുന്ന സുഖങ്ങളുടെ പരമമായ സുഖങ്ങളായിരിക്കും. കിട്ടുമ്പോഴായിരിക്കും അയാളുടെ ജീവിതം ധന്യമാവുക. പണമാവാം, പ്രശസ്തിയാവാം, പദവികളാവാം. അതായിരിക്കും അയാളുടെ ജീവിതം ധന്യമാവുക എന്ന് പറയുന്നത്. എന്നാൽ ആത്മജ്ഞാനിയായ ഒരു വ്യക്തിക്ക്, തൻ്റെ ആത്മാവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു സുഖം, ഒരു പണമോ പ്രതാപമോ പദവികളോ ആരോഗ്യമോ മറ്റുള്ള സൗഖ്യങ്ങളോ ഒന്നുമല്ല പരമമായ ലക്ഷ്യം. അയാളുടെ ആത്മസുഖത്തിന് പ്രാധാന്യം കൊടുക്കും. ഇതൊന്നും തന്നെ ശാശ്വതമായ സുഖം നൽകുന്നതല്ല എന്ന് അയാൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈശ്വരൻ്റെ കണ്ണാലെ എന്നെ കാണണം എന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് ഭഗവാൻ. അല്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മളും ആ നിലവാരം കുറഞ്ഞ, ഇന്ന് സുഖമായി കാണുന്ന പലതും നാളെ ദുഃഖമായി ഭവിക്കും. എല്ലാം ഉണ്ടെങ്കിലും, ആരോഗ്യമുണ്ട്, പദവിയുണ്ട്, പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ശാശ്വതമായ ആ ശാന്തിയും സമാധാനവും ആത്മാവിൽ മാത്രമാണ്. സുഖത്തിന് വേണ്ടി ഇതെല്ലാം നേടുമ്പോഴും സുഖം നമുക്ക് കിട്ടുന്നില്ല. കാരണം ആത്മാവിൻ്റെ തനത് സ്വഭാവം എന്ന് പറയുന്നത് ആനന്ദമാണ്. ആ ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടിയാണ് സത്യത്തിൽ നമ്മൾ ഈ സുഖം തേടിയിട്ടുള്ള പ്രയാണം. പക്ഷേ അതിൻ്റെ ശരിയായ രൂപം അറിയാത്തത് കൊണ്ട് വസ്തുക്കളിലാണ് സുഖം കിട്ടുന്നതെന്ന് നാം തെറ്റിദ്ധരിച്ച് നമ്മൾ ആ വസ്തുക്കളുടെയും സാഹചര്യങ്ങളുടെയും മറ്റു കാര്യങ്ങളിലേക്കായിട്ട് നമ്മൾ ശ്രദ്ധ പോവും. ഇതെല്ലാം നേടിയാലും നമുക്ക് ആ പരമമായ ആനന്ദത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോഴും പിന്നീടും ഇപ്പോൾ പണം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് പണം നേടിക്കഴിയുമ്പോൾ എന്നാൽ സുഖമാവണം. പക്ഷേ അയാൾ അത് നേടിക്കഴിഞ്ഞാലും സുഖം കിട്ടുന്നില്ല.
അപ്പോൾ അയാൾ അടുത്ത ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് അയാളുടെ ശ്രദ്ധ തിരിച്ച് അത് നേടാനുള്ള ശ്രമത്തിലാവും. പിന്നീടുള്ള അയാളുടെ ജീവിത ലക്ഷ്യം അങ്ങനെ മാറിപ്പോവുകയാണ്. എന്നിട്ടും അവിടെ സുഖം കിട്ടുന്നില്ല, മറ്റു എന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ അയാളുടെ മനസ്സ് ചെന്ന് തേടുന്നത്. പക്ഷേ ഈ സുഖം തേടാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു വ്യഗ്രതയുണ്ടല്ലോ, ഇത് സത്യത്തിൽ ആത്മാവിൻ്റെ തന്നെ ഒരു പ്രയാണമാണത്. പക്ഷേ അത് തന്നിൽ തന്നെ ഇരിക്കുന്ന സുഖമാണെന്ന് തിരിച്ചറിയാത്തതാണ് ഇവിടെ വരുന്ന ബുദ്ധിമുട്ട്. ആ സുഖം തേടുന്നത് അവനവൻ്റെ ആത്മാവിൽ നിന്നും ലഭിക്കുന്ന ആനന്ദത്തിലേക്ക് ശ്രദ്ധ വയ്ക്കൂ എന്നാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു ഗുരുവിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞതെല്ലാം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കായിട്ട് നമ്മുടെ ശ്രദ്ധ പോവും. ഇതെല്ലാം നേടിയാലും നമുക്ക് ആ പരമമായ ആനന്ദത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോഴും പിന്നീടും ഇപ്പോൾ പണം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് പണം നേടിക്കഴിയുമ്പോൾ എന്നാൽ സുഖമാവണം. പക്ഷേ അയാൾ അത് നേടിക്കഴിഞ്ഞാലും സുഖം കിട്ടുന്നില്ല. അപ്പോൾ അയാൾ അടുത്ത ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് അയാളുടെ ശ്രദ്ധ തിരിച്ച് അത് നേടാനുള്ള ശ്രമത്തിലാവും. പിന്നീടുള്ള അയാളുടെ ജീവിത ലക്ഷ്യം അങ്ങനെ മാറിപ്പോവുകയാണ്. എന്നിട്ടും അവിടെ സുഖം കിട്ടുന്നില്ല, മറ്റു എന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ അയാളുടെ മനസ്സ് ചെന്ന് തേടുന്നത്. പക്ഷേ ഈ സുഖം തേടാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു വ്യഗ്രതയുണ്ടല്ലോ, ഇത് സത്യത്തിൽ ആത്മാവിൻ്റെ തന്നെ ഒരു പ്രയാണമാണത്. പക്ഷേ അത് തന്നിൽ തന്നെ ഇരിക്കുന്ന സുഖമാണെന്ന് തിരിച്ചറിയാത്തതാണ് ഇവിടെ വരുന്ന ബുദ്ധിമുട്ട്. ആ സുഖം തേടുന്നത് അവനവൻ്റെ ആത്മാവിൽ നിന്നും ലഭിക്കുന്ന ആനന്ദത്തിലേക്ക് ശ്രദ്ധ വയ്ക്കൂ എന്നാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു ഗുരുവിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞതെല്ലാം നമുക്ക് നിലനിൽപ്പിന് ആവശ്യമാണ്. എന്നിരുന്നാലും ശരിയായ സന്തോഷം കിട്ടണമെങ്കിൽ ഏത് പ്രതിസന്ധികൾക്കുള്ളിലും ആ ആത്മാവിൽ നിന്നുള്ള ആ ചൈതന്യത്തിൽ നിന്ന് നമുക്ക് ശാന്തിയും സമാധാനവും നേടാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ ബാഹ്യമായ ആ പുറത്തേക്കുള്ള ആ യാത്രയുണ്ടല്ലോ, ഇന്ദ്രിയങ്ങളിലൂടെ പലതും നേടാനുള്ള ആ ഒരു താല്പര്യം ബഹിർമുഖമാക്കിക്കൊണ്ട് നമുക്ക് ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൂടി പറഞ്ഞു തന്നുകൊണ്ട് ഗുരു നമ്മെ ബോധിപ്പിക്കുകയാണ്, ഇങ്ങനെയൊരു ജീവിത രീതിയാണ് നമ്മൾ തേടേണ്ടത്. പക്ഷേ നമുക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് നാം ഈശ്വരനോട് തന്നെ അഭ്യർത്ഥിക്കുകയാണ്, ഭഗവാനെ, എല്ലാത്തിൻ്റെയും നാഥനായ സർവേശ്വര, അങ്ങ് ഞങ്ങളെ ഈ കാഴ്ചപ്പാടോടുകൂടെ കണ്ടുകൊണ്ടിരിക്കണേ. ഞങ്ങൾ തെറ്റിപ്പോകും, അപ്പോഴും അങ്ങ് ഞങ്ങളുടെ നന്മയെ ലക്ഷ്യമാക്കി ഞങ്ങൾക്ക് നല്ലത് തരണേ. ഞങ്ങൾ പലതും ആവശ്യപ്പെട്ടാലും ഞങ്ങളുടെ ആത്മാവിന് ദോഷം വരുന്ന, ഞങ്ങളുടെ നാളത്തെ ഭാവിക്ക് ദോഷം വരുന്ന ഒന്നുമല്ലാതെ നല്ല രീതിയിലേക്ക് നല്ല അറിവിലൂടെ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അതിനെ നിൻ്റെ പാദം തന്നെയാണ് ഞങ്ങൾക്ക് ആശ്രയം. പാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് നിലനിൽക്കുന്നത് എന്തിൻ്റെ പുറത്താണ്? ആ പാദങ്ങളിലാണ് ആധാരമായിട്ടിരിക്കുന്നത്. എന്തിൻ്റെയും നിലനിൽപ്പ് പാദങ്ങളിലാണ്. ആ പാദം തന്നെയാണ് ഞങ്ങൾക്കും ആശ്രയം. അപ്പം ആ ഭഗവത് പാദങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും അങ്ങ് ഞങ്ങളെ കൈവിടല്ലേ. അതിനൊരു കാര്യം കൂടിയുണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് ഭഗവാനെ പിടിച്ച് നിൽക്കണം എന്നാണ് ആഗ്രഹം. ആ പാദത്തിൽ പിടിച്ച് അതിൽ ആശ്രയം കൊണ്ട് നിൽക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മിലെ മായാബന്ധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മദോഷങ്ങൾ നമ്മെ അതിൽ നിന്നും പിന്തിരിപ്പിക്കും. അപ്പോൾ പിന്തിരിഞ്ഞു പോകാനുള്ള ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകും. അപ്പോഴും അങ്ങനെ ഞങ്ങൾക്ക് വന്നു കൂടാതിരിക്കാനും കൂടി അങ്ങയുടെ പാദം തന്നെ ഞങ്ങൾ ആശ്രയിച്ച് നിൽക്കാനും കൂടി ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പം ഞങ്ങളെ അങ്ങ് കാണണം. ഞങ്ങൾ അങ്ങയെ വിട്ട് ഒരു നിമിഷം പോലും അകന്നു പോകാതിരിക്കാൻ ഞങ്ങളെ അങ്ങ് തന്നെ ഞങ്ങളെ കൂട്ടിപ്പിടിച്ച് അങ്ങയുടെ പാദത്തിൽ തന്നെ ഞങ്ങളെ ശരണം കൊള്ളിച്ച് ഞങ്ങൾക്ക് നന്മ വരുത്തണേ എന്നാണ് ഈ 4 വരികളിലൂടെ
ഗുരുനാഥൻ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. സർവേശ്വര കാണുമാറാകണം നിൻ കണ്ണാലെ നിത്യവും ഞങ്ങളെ. ഒരു ദിനം പോലും ഞങ്ങൾ അങ്ങയിൽ നിന്നും അകന്നു പോകാതെ ഞങ്ങളെ അങ്ങ് വിടാതെ കൈപിടിച്ചു കൊള്ളണേ. ഭാവി എന്നും ധന്യമായി ഭവിക്കുവാൻ, ഭാവി ധന്യമായിരിക്കണം. ഈ ശാശ്വതമല്ലാത്ത സുഖങ്ങളിൽപ്പെട്ട് ഞങ്ങൾ പോവാതെ ധന്യമായൊരു ജീവിതം ഞങ്ങൾക്കുണ്ടാവണം ഈ ഭൂമിയിൽ. അതിനായിട്ട് അങ്ങയുടെ പാദം തന്നെ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളൂ. ആ പാദത്തിൽ അഭയം കൊള്ളുവാനും ഞങ്ങളെ നീ കാത്തുകൊള്ളണേ എന്നാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. ഗുരുനാഥൻ്റെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് വേണ്ടി തന്നിട്ടുള്ളതെല്ലാം മുഴുവനായും ആത്മജ്ഞാനം മനസ്സിലാക്കി ശരിക്കും ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടത്താനുള്ള പ്രാർത്ഥനകളാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് കാര്യങ്ങൾ പറയാനൊരവസരം കിട്ടുന്നതാണ് പ്രാർത്ഥന. ദിവസവും 2 നേരം നമ്മെ പ്രാർത്ഥിക്കുവാൻ ഗുരുനാഥൻ പഠിപ്പിക്കുന്നത് എല്ലാം സമർപ്പണമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, ഓരോ ദിവസവും ഓരോ നിമിഷവും സമർപ്പണമായിട്ട് ജീവിക്കാൻ, ജീവിതത്തെ പ്രാർത്ഥനാത്മകമാക്കാനാണ് ഗുരുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിലൂടെ നമ്മുടെ ജീവിതം ധന്യമാകും, അതിനൊരു സംശയവുമില്ല. അപ്പോൾ ആ പ്രാർത്ഥനയിലെ, നിത്യപ്രാർത്ഥനയിലെ ഈ 4 വരികളാണ് നമ്മളിന്ന് നോക്കിയത്. സർവേശ്വരൻ നമ്മുടെ പ്രാർത്ഥനയിൽ സംപ്രീതനാവട്ടെ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പോലും ആ ഈശ്വരപാദങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ഇടവരാതെ ഈശ്വരൻ നമ്മെ കൈക്കൊള്ളട്ടെ എന്ന് ഗുരുനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുനാഥൻ്റെ അനുഗ്രഹവും കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുപാദങ്ങളിൽ പ്രണാമം. ഓം സർവലോകമാനവർക്കും ഗുരുനാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ.